ഞങ്ങൾ ഉന്നയിച്ച പ്രധാന പ്രശ്നം മുണ്ടാടച്ചൻ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഈ സർക്കാരിന് എറണാകുളം അങ്കമാലി അതിരൂപതയോട് യാതൊരു താല്പര്യവുമില്ല, ഞങ്ങൾക്കെതിരാണെന്ന് പറഞ്ഞെങ്കിൽ ഞങ്ങൾ ഇന്ന് ഉന്നയിക്കുന്ന പ്രശ്നം 21 പേരെ നിയമവിരുദ്ധമായിട്ട്, നിയമവിരുദ്ധമല്ലായിരുന്നെങ്കിൽ നിയമവിധേയമായിരുന്നെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്ത് നീക്കണമായിരുന്നു. നിയമവിരുദ്ധമായിട്ട് വലിച്ചഴിച്ച് പുറത്തിട്ടെങ്കിൽ അതിനെക്കുറിച്ച് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ എന്ത് പറയുന്നു? ഇവിടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരണിയെ തല്ലിയാൽ പോലീസ് നരനായാട്ടെന്ന് പറഞ്ഞ് വാദോരാതെ പ്രസംഗിക്കുന്ന രാഷ്ട്രീയക്കാര് ഇവിടെ 21 പേരെ കാലിലും കൈയിലും വലിച്ചിഴച്ച് കൈ ഞെരിച്ചമർത്തി പിടിച്ചുകൊണ്ടുവന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാലിന്യം തള്ളുന്നത് പോലെ ബസിലിക്കയുടെ ഗ്രൗണ്ടിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവിടെ താഴെ വീണ് കിടക്കുന്ന വൈദികരെ കണ്ടിട്ട് ഈ നാട്ടിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്തെങ്കിലും ഈ പോലീസിന്റെ നടപടിയെ കുറിച്ച് പറയാനുണ്ടോ? സഭയുടെ കാര്യങ്ങൾ ഞങ്ങൾ ഉള്ളിൽ ചർച്ച ചെയ്തോളാം. അനുസരണക്കേടിനെ കുറിച്ച് നിങ്ങൾ ചോദിക്കേണ്ടതില്ല, അതൊന്നുമില്ല ഞങ്ങളുടെ വിഷയം. അത് ഞങ്ങളുടെ മെത്രാന്മാരുമായിട്ട് ചർച്ച ചെയ്ത് തീർത്തോളാം. ഞങ്ങളുടെ പ്രശ്നം ഈ പോലീസ് ചെയ്ത അനീതിക്കെതിരെ, നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്കെതിരെ മറ്റുള്ളവർക്ക് എന്ത് നിലപാടാണ് പറയാനുള്ളതെന്ന് കേൾക്കാൻ ഞങ്ങൾക്ക്, ജനാധിപത്യ രാജ്യത്തെ മതേതര വിശ്വാസികൾക്ക് താല്പര്യമുണ്ടെന്നുള്ള കാര്യം അറിയിക്കുകയാണ്. മാധ്യമങ്ങൾക്ക് പ്രത്യേകം നന്ദി പറയുന്നു. നിങ്ങളുടെ ഈ സഹകരണത്തിന്. ഞങ്ങളുടെ ഈ പ്രധാന പ്രശ്നം നിങ്ങൾ ഉന്നയിക്കുമെന്ന് ഞങ്ങൾ പൂർണ്ണമായും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. താങ്ക് യു. എല്ലാവരും നമുക്ക് ഈ ജംഗ്ഷൻ തൊട്ട് ബിഷപ്പ് ഹൗസ് വരെ നമ്മളൊരു പ്രകടനം നടത്തി. എറണാകുളത്തെ ബസിലിക്കയിൽ വൈദികർ നടത്തിയ പ്രതിഷേധം പോലീസ് അവസാനിപ്പിച്ചു. വിശ്വാസികളും വൈദികരും എത്തി ബസിലിക്കയ്ക്ക് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിക്കാനായിരുന്നു തീരുമാനം. പോലീസ് നടപടിക്കെതിരെ DGPക്കും കമ്മീഷണർക്കും പരാതി നൽകുമെന്ന് അൽമായ മുന്നേറ്റം സമിതി അറിയിച്ചിരിക്കുന്നു. വൈദികരെ ബിഷപ്പ് ഹൗസിൽ നീക്കം ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. വലിയ പ്രതിഷേധവുമായി പിന്നീട് പുരോഹിതർ ഇപ്പോൾ രംഗത്ത് വരികയാണ്. പോലീസ് ഞങ്ങളോട് ക്രൂരമായ സമീപനം സ്വീകരിച്ചുവെന്നും സർക്കാർ ഇതിന് മറുപടി പറയണമെന്നും അല്ലെങ്കിൽ സർക്കാരിനോട് രാഷ്ട്രീയമായ തിരിച്ചുള്ള സമീപനം സ്വീകരിക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പാണ് പുരോഹിതർ നൽകുന്നത്. മറ്റ് രാഷ്ട്രീയ കക്ഷികൾക്കും ഈ പോലീസ് നടപടിയിലുള്ള നിലപാട് എന്താണെന്ന് പറയാൻ ആവശ്യപ്പെടുകയും ചെയ്യുകയാണ് ഇപ്പോൾ അങ്കമാലി അതിരൂപതയിലെ വൈദികർ. മുസ്തഫ, എന്താണ് ഈ പ്രശ്നം? നിഷാദ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വൈദികർ, അത് സഭയ്ക്കകത്ത് കുറേ കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള വിഷയങ്ങളുണ്ട്. അതിൽ ഏകീകൃത കുർബാന വിഷയമുണ്ട്, അത് അർപ്പിക്കാത്ത വൈദികരെ പുറത്താക്കിയ വിഷയങ്ങളുണ്ട്, അത്തരത്തിൽ പലവിധ വിഷയങ്ങളുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 3 ദിവസമായി ബിഷപ്പ് ഹൗസിന് മുന്നിൽ, ബിഷപ്പ് ഹൗസിന് പുറത്തും മുന്നിലും ഒക്കെ സമരമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതാനും വൈദികർ, 21 വൈദികർ ഈ ബിഷപ്പ് ഹൗസിനകത്ത് കയറി എന്നുള്ളത് തന്നെയാണ് ഈ സമരത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഘട്ടം. അപ്പോഴാണ് ഈ സിനഡ് കുർബാന അർപ്പിക്കാത്ത 4 വൈദികരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള സിറോ മലബാർ സഭയുടെ ഒരു നീക്കവും ഉണ്ടാകുന്നത്. എന്നാൽ ഈ നീക്കവുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ അവരെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ടും ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിശദീകരണം കേൾക്കാനോ, പ്രത്യേകിച്ച് ഇപ്പോൾ സിറോ മലബാർ സഭയുടെ ഒരു സിനഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആ സിനഡ് അവസാനിക്കും. അതിനുശേഷം ഇന്ന് ബിഷപ്പ് ഇങ്ങോട്ട് വരാനിരിക്കുകയൊക്കെയാണ്. പക്ഷേ ആ സിനഡിൽ പോലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു തീരുമാനം ഉണ്ടാവുകയോ അല്ലെങ്കിൽ ചർച്ച ചെയ്ത് ഈ വിഷയം പരിഹരിക്കുന്നതിലേക്ക് പോകാനോ തയ്യാറായില്ല എന്നതുൾപ്പെടെയുള്ളതാണ് വിഷയം. പക്ഷേ ഇന്ന് പുലർച്ചെ ACPയുടെ നേതൃത്വത്തിൽ ഏതാനും പോലീസുകാർ ഈ ബിഷപ്പ് ഹൗസിനുള്ളിൽ പ്രതിഷേധിച്ചിരുന്ന അല്ലെങ്കിൽ നിരാഹാരം അനുഷ്ഠിച്ചിരുന്ന ഈ വൈദികരെ, 21 വൈദികരെ അവിടെ നിന്ന് പുറത്താക്കുകയും ബിഷപ്പ് ഹൗസിന് തൊട്ടടുത്തുള്ള ഈ കത്തീഡ്രൽ ബസിലിക്കയുടെ മുറ്റത്തേക്ക് അവരെ മാറ്റുകയും ചെയ്തു എന്നുള്ളത് അതിന്റെ CCTV ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതുമാണ്. പക്ഷേ ആ നടപടി കടുത്ത നീതി നിഷേധമാണെന്നും ഒപ്പം തന്നെ അരമനയ്ക്കകത്ത് കടന്ന് അല്ലെങ്കിൽ ഞങ്ങളുടെ മേൽവിലാസമായ ബിഷപ്പ് ഹൗസിനുള്ളിൽ കടന്ന് ഞങ്ങളെ പുറത്തിറക്കാൻ അല്ലെങ്കിൽ വൈദികരെ പുറത്തിറക്കുന്നത് അങ്ങേയറ്റം മുറിവേൽപ്പിച്ച നടപടിയാണ്. മാത്രമല്ല ACP പറഞ്ഞ ചില വാക്കുകൾ കൂടി ഇവർ ഉന്നയിക്കുന്നുണ്ട്. അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ACPയുടെ ചില വാക്കുകൾ, ഇത് സർക്കാർ തീരുമാനമാണ്, അങ്കമാലി അതിരൂപതയിലെ, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾക്കെതിരാണ് സർക്കാർ എന്നതുൾപ്പെടെയുള്ള വാക്കുകൾ ACPയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് ഈ അൽമായ സമിതി ആവർത്തിച്ചു പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് പോലീസിനെതിരെ കൂടി കർശനമായ ഒരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ACP ജയകുമാറിന്റെ തെറ്റായ നടപടി അത് പിൻവലിച്ച് മാപ്പ് പറയണം, അല്ലെങ്കിൽ അതിനനുസരിച്ച് സർക്കാർ രാഷ്ട്രീയപരമായ നിലപാട് വ്യക്തമാക്കണം. ഈ സിറോ മലബാർ സഭ പ്രശ്നം, അതോടൊപ്പം തന്നെ എറണാകുളം അങ്കമാലി അതിരൂപത പ്രശ്നം, ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ സർക്കാർ ഞങ്ങൾക്കെതിരെ
എതിരാണ് എന്ന ഔദ്യോഗികമായ ഒരു നിലപാടുണ്ടെങ്കിൽ അത് വ്യക്തമാക്കിക്കോളൂ. അതിനനുസരിച്ച് ഞങ്ങളും ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാം. പ്രത്യേകിച്ച് ഞങ്ങൾ 6 ലക്ഷത്തോളം വരുന്ന വിശ്വാസി സമൂഹമാണ്. അതിൽ നിരവധിയായ വൈദികരുണ്ട്. അത്തരത്തിൽ വലിയ പ്രതിഷേധത്തിലേക്കും രാഷ്ട്രീയ നിലപാടിലേക്കും ഞങ്ങൾ പോകണമെങ്കിൽ സർക്കാർ ഇപ്പോൾ ACP പറഞ്ഞ വാക്കിനൊപ്പമാണോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള തിരുത്തലുകളുണ്ടോ എന്നതുൾപ്പെടെ പറയണം. ഒപ്പം തന്നെ വൈദികരെ അവിടെ നിന്ന് പുറത്താക്കിയ നടപടി അതിൽ മറ്റു രാഷ്ട്രീയ കക്ഷികൾ കൂടി നിലപാട് വ്യക്തമാക്കണം. കുറച്ചുകൂടി വലിയ ഗൗരവമായ വിഷയത്തിലേക്ക് പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് വേണം അനുമാനിക്കാൻ. നിഷാദ്. അങ്കമാലി അതിരൂപതയിലെ വൈദികർക്കെതിരെ പോലീസ് നടത്തിയ ഇടപെടൽ വലിയ പ്രതിഷേധത്തിന് വഴിവെച്ചിരിക്കുകയാണ്. സർക്കാർ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് തങ്ങളെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ രാഷ്ട്രീയമായ എതിർ നിലപാട് സർക്കാരിനോട് സ്വീകരിക്കേണ്ടി വരും എന്ന് വൈദികർ മുന്നറിയിപ്പ് നൽകുന്നു. എന്ന് മാത്രമല്ല മറ്റ് രാഷ്ട്രീയ കക്ഷികളും ഈ പോലീസ് നടപടിക്കെതിരായ നിലപാട് വ്യക്തമാക്കണമെന്ന് വൈദികർ ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. എന്തായാലും അതൊരു വലിയ പ്രതിഷേധത്തിന് വഴിവെച്ചിരിക്കുന്നു. കൂടുതൽ വിശ്വാസികളെ അണിനിരത്തിക്കൊണ്ടും വൈദികരെ അണിനിരത്തിക്കൊണ്ടും ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് അൽമായ മുന്നേറ്റത്തിൻ്റെ തീരുമാനം. മുസ്തബ തുടർന്ന് മുസ്തബ, ഈ പോലീസ് നടപടിയും ഇപ്പോൾ വലിയ രോഷത്തോടെയാണല്ലോ വൈദികർ സംസാരിക്കുന്നത്. പോലീസ് നടപടിയും എന്നത് വൈദികരെ ഈ തരത്തിൽ പ്രകോപിപ്പിക്കും വിധത്തിൽ ബലപ്രയോഗം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായോ? അഭിവാദ്യങ്ങൾ 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 ഞങ്ങളുടെ വൈദികർക്ക് അഭിവാദ്യങ്ങൾ ഞങ്ങളുടെ വൈദികർക്ക് അഭിവാദ്യങ്ങൾ കേരള പോലീസ് നീതി പാലിക്കുക കേരള പോലീസ് നീതി പാലിക്കുക കേരള പോലീസ് നീതി പാലിക്കുക ACP ജയകുമാർ നീതി പാലിക്കുക ACP ജയകുമാർ നീതി പാലിക്കുക ACP ജയകുമാർ നീതി പാലിക്കുക ACP ജയകുമാർ നീതി പാലിക്കുക CI അനേഷ് നീതി പാലിക്കുക CI അനേഷ് നീതി പാലിക്കുക CI അനേഷ് നീതി പാലിക്കുക ACP ജയകുമാറിനെ പിരിച്ചുവിടുക